എല്ലാവർക്കും നമസ്കാരം. സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് സൂര്യയുടെ കങ്കുവ. അതിന് പ്രധാന കാരണം സൂര്യയുടെ വലിയൊരു തിരിച്ചുവരവ് നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. വിജയ്ക്കും അതുപോലെ അജിത്തിനുമൊക്കെ മുകളിൽ സൂര്യ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏഴാം അറിവിനൊക്കെ ശേഷം വലിയൊരു വിജയം പറയാനായിട്ട് സൂര്യക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ ടയർ 1 ഉണ്ടായിരുന്ന സൂര്യ ടയർ 2 മാറി എന്നൊക്കെയുള്ള പരിഹാസങ്ങളടക്കം സൂര്യക്ക് എതിരെ വന്നിരുന്നു. എന്നാൽ അതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് സൂര്യ വന്നിട്ടുള്ളത്. കങ്കുവയുടെ ഈ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുക. രണ്ട് ഗോത്രക തലവന്മാർ തമ്മിലുള്ള യുദ്ധമായിരിക്കും സിനിമയുടെ ഒരുപക്ഷെ പ്രധാന ഉള്ളടക്കം. ട്രെയിലർ കണ്ടതിന് ശേഷം ഉള്ള എൻ്റെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള വിമർശനങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വിമർശനം അറിയിക്കുമ്പോൾ അത് മാന്യമായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് തന്നെ സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്, ദരിദ്ര രാഷ്ട്രങ്ങളുണ്ട്. അതുപോലെ ഈ സിനിമ തുടങ്ങുന്ന കാലഘട്ടത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഗോത്രങ്ങൾ ഉണ്ട്, അതുപോലെ അത്രയ്ക്ക് ഉയരാത്ത ഗോത്രവുമുണ്ട്. അതായത് വലിയ ഉയർച്ചയിലൊന്നും എത്താത്ത ഗോത്രവുമുണ്ട്. വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഈ ഗോത്രം അല്ലെങ്കിൽ ഈ ഒരു ഗോത്രത്തിലാണ് നമ്മുടെ നായകൻ ജനിക്കുന്നത്, അതായത് സൂര്യയുടെ കഥാപാത്രം ജനിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു സ്ഥലത്താണ് വില്ലനായ ബോബി ഡിയോളിൻ്റെ ജനനം. ഈ ഉന്നതിയിൽ നിൽക്കുന്ന ഗോത്ര രാഷ്ട്രത്തിൽ ഒരു ദുരാചാരമുണ്ട്. അതായത് സൂര്യയുടെ രാഷ്ട്രത്തിൽ ഒരു ദുരാചാരമുണ്ട്. ആ ദുരാചാരം മറ്റൊന്നുമല്ല, അവരുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ അവർ മനുഷ്യക്കുരുതികൾ നടത്തും. ഈ മനുഷ്യക്കുരുതികൾ നടത്തുന്നത് അവരെക്കാൾ താഴ്ന്ന ഗോത്രത്തിലുള്ള ആളുകളിലെ ചില നിശ്ചിത പ്രായമുള്ളവരെ വെച്ചാണ്. അവരുടെ പ്രത്യേകിച്ച് യുവാക്കളെയാണ് അവർ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത്തവണ അവർ തിരഞ്ഞെടുത്തത് ബോബി ഡിയോളിൻ്റെ ഗോത്രത്തെയാണ്. ബോബി ഡിയോൾ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആ ഒരു ഗോത്രത്തെയാണ്. ഈ ഭാഗങ്ങളൊക്കെ ഈ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഒരുപക്ഷെ കാണിക്കുക. അതുപോലെ തന്നെ ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ടൈം ട്രാവൽ പോലെയൊക്കെയാണ് സിനിമയിലെ പല ഭാഗങ്ങളും കാണിക്കാൻ പോകുന്നത്. മനുഷ്യക്കുരുതിക്ക് ആളുകളെ കണ്ടെത്തുന്നതിനായി അവർ ബോബിയുടെ ഗോത്രത്തിലെ ആളുകളുമായി യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം എന്നല്ല പറയുക, അവരെ ആക്രമിക്കും. അവരെ ആക്രമിച്ച് ആ രാജ്യത്തെ സ്ത്രീകളെ മൊത്തം ഉപദ്രവിക്കും. ഗർഭിണികളെ പോലും അവർ വെറുതെ വിടില്ല. അതുപോലെ അവിടെയുള്ള വൃദ്ധന്മാരെ എല്ലാവരെയും ഉപദ്രവിച്ച് നറുനാശമാക്കും. പിന്നീട് അവിടെയുള്ള യുവാക്കളായ ആളുകളെ തട്ടിക്കൊണ്ടുപോയാണ് ഈ കുരുതി നടത്തുക. ഇത് സൂര്യയുടെ നായകൻ്റെ ടീമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അവർ സൂര്യയുടെ ആൾക്കാരാണ് ഇവരെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി കുരുതി നടത്തുന്നത്. അതുപോലെ ബോബിയെയും അതുപോലെ തൻ്റെ ഭാര്യയെയും സംരക്ഷിക്കുന്നതിനായി ബോബിയുടെ അച്ഛൻ, കഥാപാത്രത്തിൻ്റെ പേര് അറിയത്തോണ്ടാണ് കേട്ടോ ബോബി എന്നൊക്കെ പറയുന്നത്, ബോബി സൂര്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ബോബിയുടെ അച്ഛൻ അവരെ ഒരു കാടിനുള്ളിൽ ഒളിപ്പിക്കും. സൂര്യയുടെ ഗോത്രത്തിലുള്ളവർ ബോബിയുടെ അച്ഛനെ കൊണ്ടുപോയി കൊന്നുകളയും, അതായത് അവിടെ നിന്ന് കുരുതി കൊടുക്കും. പക്ഷേ ബോബിയും അതുപോലെ കുടുംബവും രക്ഷപ്പെടും. അതുപോലെ ഗോത്രത്തിലുള്ള കുറച്ച് ആളുകളും രക്ഷപ്പെടും. ഈ ഇപ്പം ഞാൻ കൊന്നു എന്ന് പറഞ്ഞ നമ്മുടെ ബോബിയുടെ അച്ഛൻ്റെ ഒപ്പം തന്നെ ഒരുപക്ഷെ മറ്റാളുകളുണ്ടാവും. മറ്റാളുകൾ എന്ന് പറയുമ്പോൾ ആ ഗോത്രത്തിലെ തന്നെ, ആ താഴ്ന്ന ഗോത്രത്തിൽ തന്നെ ഒരുപാട് പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർ, ഒരു യുവാക്കളായിട്ടുള്ള ആളുകളെ അവരെ തലയിറത്തിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. തൻ്റെ ഗോത്രത്തെ മുഴുവൻ നശിപ്പിച്ചതിൻ്റെ പകയിൽ ബോബി വലിയൊരു ആർമി കെട്ടിപ്പടുക്കും. അത് നമ്മൾ ട്രെയിലറിൽ കാണുന്നതാണ്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർമി, അവരുടെ മെയിൻ ഉദ്ദേശം തന്നെ ഈ വലിയ ഗോത്രത്തെ തകർക്കുക എന്നാണ്. എന്നാൽ സൂര്യ അവിടെ വ്യത്യസ്തമായി, സൂര്യ നായകനായി വരണമല്ലോ. അപ്പോൾ സൂര്യ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഗോത്രത്തിലുള്ള അനാചാരങ്ങളും അതുപോലെ അടിമത്വവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടച്ചു നിൽക്കാനായി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോബി ആണെങ്കിൽ അവൻ്റെ പക മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. എത്രയും വേഗം സൂര്യയുടെ ഗോത്രത്തെ ആക്രമിച്ച് അവിടുത്തെ അധികാരം കൈക്കലാക്കി തൻ്റെ അച്ഛനെയും ഗോത്രത്തിലുള്ളവരെയും കൊന്നതുപോലെ കൊല്ലണം. അതാണ് അവൻ്റെ ഒരു ലക്ഷ്യം. അതിനായിട്ട് ചെറിയ ഗോത്രങ്ങളിലുള്ള ആളുകളായിട്ട് അവൻ സന്ധി ചേരുന്നു. അവൻ വളരെ സെറ്റായിട്ട് അവരായിട്ട് അടുത്ത് ഇവർക്കെതിരെ, ആർക്കെതിരെ, നമ്മുടെ സൂര്യയുടെ ഗോത്രത്തിനെതിരെ പടയൊരുക്കം നടത്തുകയാണ്. അത് തന്നെയായിരിക്കും സിനിമയിൽ മിക്ക ഭാഗങ്ങളും ഉണ്ടാവുക. ഇവർ തമ്മിലുള്ള യുദ്ധമായിരിക്കും സിനിമയിൽ ഇതിവൃത്തമായിട്ട് വരാൻ പോകുന്നത്. അതുപോലെ ഇതൊരു ടൈം ട്രാവൽ കഥയായതുകൊണ്ട് തന്നെ സൂര്യ 2 വേഷത്തിലായിരിക്കും എത്താൻ സാധ്യതയുള്ളത്. അതായത് ന്യൂജനായിട്ടും അതുപോലെ ഈ ഒരു പഴയ കാലം
ആയിട്ടായിരിക്കും കാണിക്കുക. അതുപോലെ മലയാളത്തിൽ വലിയൊരു താരം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, വാർത്തകളും വരുന്നുണ്ട്. വലിയൊരു താരം എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആരാണെന്നറിയല്ലോ, ആളായിരിക്കും ഒരുപക്ഷെ ഇതിൽ സൂര്യയുടെ അച്ഛനോ അല്ലെങ്കിൽ ഇതിൽ വലിയൊരു കഥാപാത്രമായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.